ഹലോ, എന്ത് പറ്റി? സർ, ഇന്ന് കാർത്തികൻ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുക. ഏത് കാർത്തികൻ? സർ, ആ ഉത്സവത്തിന് ആ പയ്യനെ കൊന്നിട്ട് ജയിലിൽ പോയില്ലേ, സാറ് പിടിച്ചോണ്ട് കൊടുത്തില്ലേ? ഓ, അയാളോ? സർ, അയാള് ജയിലിൽ നിന്ന് ഇറങ്ങിയ വെറുതെ ഇരിക്കില്ല. അയാൾ എന്റെ കുടുംബത്തിനെ ദ്രോഹിക്കും. അതൊക്കെ തന്റെ തോന്നല. ജയിലിൽ നിന്ന് ജാമ്യത്തിൽ പുറത്തിറങ്ങുന്നത് കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞിട്ടാ. ഒരു ക്രിമിനൽ ആക്ടിവിറ്റിയിലും അവന് പങ്കാളിയാവാൻ പറ്റില്ല. പിന്നെ അവൻ വെളിച്ചം കാണില്ല. സർ, സാറ് പറയുന്ന പോലൊന്നും അല്ല കാര്യങ്ങള്. എനിക്കയാളെ നന്നായിട്ട് അറിയാം. എന്റെ കുടുംബം അയാൾ ഇല്ലാതാക്കും സർ, അത് ഉറപ്പാ. ഒരിക്കൽ അയാൾ ഒരു തെറ്റ് ചെയ്തു. നമ്മൾ അയാളെ പോലീസിൽ ഏൽപ്പിച്ചു, ജയിലുമായി. പിന്നെ തിരിച്ചു വന്ന ഒരു അഭ്യാസം കാണിച്ചാൽ പിന്നെ ഒരു ശേഷി ഉണ്ടെങ്കിൽ കാണിക്കട്ടെ. അത് ഞാൻ നോക്കിക്കോളാം. അല്ല സർ. നന്ദിനി, കാർത്തികൻ മൂലം തന്റെ കുടുംബത്തിന് ഒന്നും സംഭവിക്കില്ല. ഞാനാണ് വാക്ക് പറയുന്നത്. ഞാനേ ഇപ്പൊ തന്നെ വേണമെങ്കിൽ ആ കാർത്തികനെ പോയി കാണണോ? വേണ്ട സാർ, അങ്ങോട്ട് പോണ്ട. നന്ദിനി, താൻ എന്ത് ചെയ്യാൻ പോവാ? ഒന്നുമില്ല സാർ. വേഗേ, നീ എവിടെയുള്ള? എനിക്കിതിനെ അത്യാവശ്യമായിട്ടൊന്ന് കാണണം. കാര്യമുണ്ടാ, പറയാം. സാർ, എന്താ മോളെ? കാർത്തികൻ ജയിലിൽ നിന്ന് ഇറങ്ങിയെന്ന്. ഇതാരാ മോളോട് പറഞ്ഞത്? എന്നെ നന്നായിട്ട് അറിയുന്ന ഒരാളാ. അച്ഛനോട് പറഞ്ഞാൽ അവർ പേടിക്കുന്നു പറഞ്ഞിട്ടാ എന്നോട് പറഞ്ഞത്. സർ, എനിക്ക് പോണം സർ. ഞാൻ അവിടെ ഉണ്ടാവണം സർ. കാർത്തികേയന്റെ ആളുകളിൽ നിന്നും മോളുടെ കുടുംബത്തെ രക്ഷിക്കണമെന്ന് ഞാൻ അവിടെ 1-2 പേരെ വിളിച്ച് പറഞ്ഞിരുന്നു. ഞാൻ അവരെ ഒന്ന് വിളിക്കട്ടെ? അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല സർ. ഈ പറയുന്നവരൊക്കെ കാർത്തികനെ കണ്ടാ മുട്ട് വിറയ്ക്കുന്നവരാ. ജാമ്യം വാങ്ങിച്ച അയാൾ പുറത്തിറങ്ങുന്നുണ്ടെങ്കിൽ അതെന്റെ കുടുംബത്തിനെ ഇല്ലാതാക്കാൻ വേണ്ടിയാ. സാറിന് അയാളെ ശരിക്കും അറിയില്ല. മോളെ കാര്യം സൂര്യയോട് പറഞ്ഞില്ലേ? പറഞ്ഞു. സൂര്യ സാർ വീട്ടിലേക്ക് പോകാൻ തയ്യാറാ. കാർത്തികനെ തടയാനും തയ്യാറാ. പക്ഷെ അത് വേണ്ട സർ. അന്ന് പിടിക്കപ്പെട്ടതിന് കാർത്തികന്റെ കലി മുഴുവൻ സൂര്യ സാറിനോടാ. സൂര്യ സാറിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ എനിക്കത് സഹിക്കില്ല. സാറ് സമ്മതിച്ചാ മതി, ഞാൻ പോയിക്കോളാം. അപകടം നിറഞ്ഞൊരു സ്ഥലത്തേക്ക് മോളെ തനിച്ചയക്കാൻ എനിക്ക് പറ്റൂ? ജാമ്യത്തിൽ ഇറങ്ങുന്ന ഒരു പ്രതിയെക്കുറിച്ച് നമുക്ക് ഭയമുണ്ട്. ആ വിവരം നമുക്ക് പോലീസിനെ വിളിച്ച് പറയാം. ചുറ്റുമുള്ള ആളുകളോട് കരുതിയിരിക്കാനും പറയാം. വേണ്ട കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം മോളെ. നിങ്ങൾക്കാർക്കും എന്താ സാർ പറഞ്ഞിട്ട് മനസ്സിലാവാത്തത്? ഞാൻ എന്ത് ധൈര്യത്തിൽ എവിടെ ഇരിക്കണ്ടേ? ഒരാളൊന്ന് പിടിച്ചു തള്ളിയ വീണ് പോകാനുള്ളതേ ഉള്ളൂ അച്ഛൻ. അച്ഛനെ കൊണ്ട് അവരെയൊക്കെ തടയാൻ പറ്റുമോ? കാർത്തൂനെയും പിച്ചുവിനെയും ഒക്കെ സംരക്ഷിക്കാൻ പറ്റുമോ? മോൾ ആദ്യം ഒന്ന് സമാധാനിക്കേ. എനിക്ക് എന്താ ചെയ്യാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. നിന്റെ കുടുംബത്തെ അച്ഛൻ വേർതിരിച്ച് കണ്ടിട്ടില്ല. എന്തായാലും എനിക്ക് കുറച്ച് സമയം താ. പറയുന്നത് കേൾക്കുമോളെ.